ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടൂട്ടി ടൂട്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള PSCയുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിനേഷൻ നടന്ന 2014 ചോദ്യപേപ്പർ ഡിസ്കഷനിലാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒന്നാമത്തെ ചോദ്യം, ദ സീറോ വോൾട്ടേജ് റെഗുലേഷൻ ഇൻ എ ട്രാൻസ്ഫോമർ ഒക്കേഴ്സ് അറ്റ്. എപ്പോഴാണ് സീറോ റെഗുലേഷൻ ഒക്കർ ചെയ്യുന്നതാണ്. സോ എനിക്ക് വേണമെങ്കിൽ ഇത് ഒറ്റയടിക്ക് എന്ത് എഴുതാം, ലീഡിങ് പവർ ഫാക്ടറിൽ നടക്കും എന്ന് എഴുതാം. പക്ഷേ ആക്ച്വലി എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി സീറോ വോൾട്ടേജ് റെഗുലേഷൻ ട്രാൻസ്ഫോമറിൽ സംഭവിക്കുന്നത് നമ്മളെ കർവ് വരയ്ക്കുകയാണെങ്കിൽ, അതായത് ട്രാൻസ്ഫോമറിൻ്റെ റെഗുലേഷൻ കർവ് വിത്ത് റെസ്പെക്ട് ടു പവർ ഫാക്ടർ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഒബ്സർവ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ദിസ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് സീറോ റെഗുലേഷൻ ഒക്കേഴ്സ്. അപ്പോൾ അതെവിടെയാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി, നോക്കൂ, ദിസ് വുഡ് ബി ലീഡിങ് ആയിരിക്കും. ഓക്കെ, ലീഡിങ് പവർ ഫാക്ടറിലായിരിക്കും അത് സംഭവിക്കുന്നത്. ഇതോ ഈ ഏരിയ വുഡ് ബി ലാഗിങ് പവർ ഫാക്ടർ. സോ ഇവിടെ ആയിരിക്കും എന്ത്, മാക്സിമം പവർ ഫാക്ടർ സംഭവിക്കുന്നത്, മാക്സിമം റെഗുലേഷൻ സംഭവിക്കുന്നത്. ദാറ്റ് വുഡ് ബി ഒക്കേഴ്സ് ഇൻ എന്താണ്, ലാഗിങ് പവർ ഫാക്ടറിലായിരിക്കും. സോ റെഗുലേഷൻ കമ്പയർ ചെയ്ത് എഴുതുകയാണെങ്കിൽ ഐ വിൽ ടെൽ യു വൺ മോർ ക്ലൂ റിഗാർഡിങ് ദിസ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യാണ് എന്ത്, റെഗുലേഷൻ്റെ എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യാണ്. പെർസെൻറ്റേജ് റെഗുലേഷൻ ഈസ് നത്തിങ് ബട്ട് വാട്ട്, വി നോ ലോഡ് മൈനസ് വി ഫുൾ ലോഡ് ഡിവൈഡഡ് ബൈ വി നോ ലോഡ്. അധിക പേർക്കും സംശയമുള്ള ഒരു ഏരിയയാണ് പെർസെൻറ്റേജ് റെഗുലേഷൻ വി നോ ലോഡ് മൈനസ് ഫുൾ ലോഡ് ഡിവൈഡഡ് ബൈ നോ ലോഡ് വരണോ ഫുൾ ലോഡ് വരണോ. സോ രണ്ടും ഞാൻ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. പെർസെൻറ്റേജ് റെഗുലേഷൻ ക്യാൻ ഓൾസോ ബി റിട്ടൺ ലൈക്ക് ദിസ്, വി നോ ലോഡ് മൈനസ് വി ഫുൾ ലോഡ് ഡിവൈഡഡ് ബൈ വി ഫുൾ ലോഡ്. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ പറയൂ, നോ ലോഡ് വോൾട്ടാണോ ഫുൾ ലോഡ് വോൾട്ടാണോ കൂടുതൽ ഉണ്ടാവുക? ഇറ്റ്സ് സിമ്പിൾ ആസ് ദാറ്റ്, റൈറ്റ്? അപ്പോൾ ഏതായിരിക്കും നോ ലോഡ് വോൾട്ടേജ്, അതായത് ലോഡൊന്നുമില്ലാതെ ലോഡ് ത്രോൺ ഓഫ് ചെയ്ത് ചെയ്യുന്ന സമയത്തുള്ള വോൾട്ടേജിനാണ് എന്ത് പറയുക, നമ്മൾ വോൾട്ടേജ് നോ ലോഡ് എന്ന് വിളിക്കുന്നത്. വോൾട്ടേജ് ഫുൾ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ലോഡ് കറണ്ട് ഡ്രോ ചെയ്യാൻ ആവശ്യമായ ലോഡ് സെക്കൻഡറി സൈഡിൽ ഘടിപ്പിച്ച് കഴിഞ്ഞാലുള്ള വോൾട്ടേജ് ആണ് എന്ത്, വി ഫുൾ ലോഡ്. അപ്പോൾ ഏതായിരിക്കും കൂടുതൽ, ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വോൾട്ടേജ് ഡിപ്പ് ആവും അല്ലേ. സോ വി നോ ലോഡ് വുഡ് ബി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, വി ഫുൾ ലോഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മോളിലെ ന്യൂമറേറ്റർ രണ്ടും സെയിം ആണ്. ഓക്കെ, ഡിനോമിനേറ്ററിൽ കൂടുതൽ വാല്യൂ അടിയിൽ വരുന്നത്, അതായത് വി നോ ലോഡ് ആണ് ഗ്രേറ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. സോ വി നോ ലോഡ് വരുന്നത് എന്തായിരിക്കും, റെഗുലേഷൻ ഡൗൺ ആയിരിക്കും, ബിക്കോസ് ദ വാല്യൂ റെഡ്യൂസസ്. സോ റെഗുലേഷൻ ഡൗൺ എന്നാണ് ഇതിന് വിളിക്കുക. അതുപോലെ തന്നെ വി ഫുൾ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ, വി ഫുൾ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കണക്ട് ചെയ്ത സമയത്ത്, സോ വി ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ വി നോ ലോഡിനെ അപേക്ഷിച്ച് ചെറുതാണ്. സോ ചെറുതാകുന്ന സമയത്ത് എന്തായിരിക്കും, ദിസ് മാഗ്നിറ്റ്യൂഡ് ഈസ് ലെസ് അല്ലേ വെൻ കമ്പയർഡ് ടു വി നോ ലോഡ്. അപ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് റെഗുലേഷൻ അപ്പ് ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ നോർമലി നമ്മൾ അധിക പേപ്പറിലും ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേഷൻ ഡൗൺ ഈസ് കോമൺലി യൂസ്ഡ്. ഓക്കെ, സോ റെഗുലേഷൻ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ട്രീറ്റ് ലൈക്ക് ദിസ് ഓൾസോ, ഐ ഇൻറ്റു ആർ കോസ് ഫൈ പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു എക്സ് സൈൻ ഫൈ ഡിവൈഡഡ് ബൈ വി നോ ലോഡ് അല്ലെങ്കിൽ വി ടു സിംപ്ലി. സോ വി ടുവിനെ നമുക്ക് എന്ത് ചെയ്യുക, ഐ ആർ, ഇതിനെങ്ങനെ ട്രീറ്റ് ചെയ്യുക, ഐ ആർ ബൈ വി ടു കോസ് ഫൈ പ്ലസ് ഓർ മൈനസ് ഐ എക്സ് ബൈ വി ടു സൈൻ ഫൈ എന്ന് ഇതിനെ ട്രീറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ ഐ ആർ ബൈ വി ടു കോസ് ഫൈ പ്ലസ് ഓർ മൈനസ് ഐ എക്സ് ബൈ വി ടു സൈൻ ഫൈ ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്, നമുക്ക് പ്ലസ് സൈൻ വിൽ ബി ഫോർ എന്തായിരിക്കും, പ്ലസ് സൈൻ വിൽ ബി ഫോർ ലാഗിങ് ലോഡ് ആയിരിക്കും. ആൻഡ് നമുക്കറിയാം എന്ത്, മൈനസ് സൈൻ ഈസ് ടോട്ടലി ഫോർ എന്താണ്, എസ്പെഷ്യലി ഫോർ എന്താണ്, ലീഡിങ് ലോഡ്. സോ നമുക്കറിയാം, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ, സീറോ പവർ ഫാക്ടർ, സീറോ പവർ ഫാക്ടർ അല്ല, സീറോ വോൾട്ടേജ് റെഗുലേഷൻ ഒക്കെ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുന്നത്. സോ സീറോ വോൾട്ടേജ് റെഗുലേഷൻ കിട്ടണമെങ്കിൽ ഐ ആർ ബൈ വി ടുവിന് നമ്മൾ പെർസെൻറ്റേജ് ആർ ഇൻറ്റു 100 ഇവിടെ വരും. ഓക്കെ, സോ ഇൻറ്റു 100 വരികയാണെങ്കിൽ ഫോർമുല ക്യാൻ ബി റിട്ടൺ ആസ്
സോ നമുക്ക് എന്ത് ചെയ്യാം, IR/V2 നമുക്ക് R പെർ യൂണിറ്റ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് എന്ന് വിളിക്കാം. R പെർ യൂണിറ്റ് കോസ് ഫൈ ഇവിടെ ഇൻറ്റു 100 ഇവിടെ ഉണ്ടാവട്ടെ. ബിക്കോസ് നോർമലി റെഗുലേഷൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജിലാണ്. സോ സിംപ്ലി വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യൽ, എന്തിനാണ്, ഇൻറ്റു 100-ലായിരിക്കും. ഓക്കെ, സോ അതേ കേസ് ഇവിടെ വരികയാണ് R പെർ യൂണിറ്റ് കോസ് ഫൈ പ്ലസ് ഓർ മൈനസ് എക്സ് പെർ യൂണിറ്റ് സൈൻ ഫൈ. ഓക്കെ, നോർമലി നമ്മൾ പറഞ്ഞു എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജിലാണ്. റെഡി ആണല്ലോ. സോ R പെർ യൂണിറ്റ് ഇൻറ്റു 100, അതായത് രണ്ടും ഉള്ളിലേക്ക് എടുക്കണം. R പെർ യൂണിറ്റ് ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട് എന്താണ്, പെർസെൻറ്റേജ് R ആണ്. പെർസെൻറ്റേജ് R ഇൻറ്റു കോസ് ഫൈ പ്ലസ് ഓർ മൈനസ് പെർസെൻറ്റേജ് എക്സ് ഇൻറ്റു സൈൻ ഫൈ. ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം എന്ത്, വോൾട്ടേജ് റെഗുലേഷനെ. ആൻഡ് വി നോ ദാറ്റ് ലീഡിങ് പവർ ഫാക്ടർ, അതായത് ഇത് 0 ആകണമെങ്കിൽ, ഏത് വോൾട്ടേജ് റെഗുലേഷൻ 0 ആകണമെങ്കിൽ ഇവിടെ പ്ലസ് വന്നിട്ട് കാര്യമുണ്ടോ, രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യൂല, 0 കിട്ടൂല. 0 കിട്ടണമെങ്കിൽ യു ഹാവ് ടു ആഡ് അല്ലെ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. സിംപ്ലി പറയുകയാണെങ്കിൽ ഒന്നിൻ്റെ റിവേഴ്സ് സൈൻ ആയിരിക്കണം. നമുക്ക് -3യും +3യും കൂടി ആഡ് ചെയ്താൽ 0 ആക്കാം. അപ്പോൾ എന്താണ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈൻ എന്തായിരിക്കണം, പ്ലസ് ആയ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ആവുള്ളൂ. ഫോർ 0 റെഗുലേഷൻ എന്തായിരിക്കണം, ഫോർ 0 റെഗുലേഷൻ എന്തായിരിക്കണം, പെർസെൻറ്റേജ് R കോസ് ഫൈ മൈനസ് പെർസെൻറ്റേജ് എക്സ് സൈൻ ഫൈ ഷുഡ് ബി എന്തായിരിക്കണം, അത് വോൾട്ടേജ് റെഗുലേഷൻ 0ക്ക് തുല്യമായിരിക്കണം. സോ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നിങ്ങൾക്ക്, പെർസെൻറ്റേജ് R കോസ് ഫൈ ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് എക്സ് സൈൻ ഫൈ. ഓക്കെ, സോ വിച്ച് ടെൽസ് അസ് എന്താണ്, tan phi is equal to എന്താണ്, tan phi equal to R by X, percentage R by X which occurs എന്താണ്, മൈനസ് സൈൻ കണ്ടോ. സോ ലീഡിങ് പവർ ഫാക്ടറിലേക്ക്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം പവർ ഫാക്ടർ ഒക്കർ ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാം. സോ ദാറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ വോൾട്ടേജ് റെഗുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ് ചെയ്യുന്നത്. സോ ഡി വോൾട്ടേജ് റെഗുലേഷൻ ഡിവൈഡഡ് ബൈ ഡി ഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ട്രീറ്റ് ലൈക്ക് ദിസ്. അപ്പം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, R കോസ് ഫൈ പ്ലസ് എക്സ് സൈൻ ഫൈ എന്നുള്ളതിനെ ഡെറിവേറ്റീവ് എടുക്കണം. സോ യു വിൽ ഗെറ്റ് പെർസെൻറ്റേജ് R കോസ് ഫൈൻ്റെ ഡെറിവേറ്റീവ് എടുക്കും, മൈനസ് സൈൻ ഫൈ വരും, പ്ലസ്സിലാണ് സംഭവിക്കുക, ലാഗിങ് പവർ ഫാക്ടറിലാണ് സംഭവിക്കുക. ആൻഡ് ദെൻ നോക്കൂ, പെർസെൻറ്റേജ് എക്സ് സൈൻ ഫൈവിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, ദാറ്റ് വുഡ് ബി കോസ് ഫൈ. സോ എന്തായിരിക്കും, നിങ്ങൾക്ക് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ബിക്കോസ് മാക്സിമം ഒക്കെ ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. നമ്മൾ +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും, -R സൈൻ ഫൈ പ്ലസ് പെർസെൻറ്റേജ് എക്സ് കോസ് ഫൈ ഈസ് ഈക്വൽ ടു 0. സോ ചെയ്ത് കഴിഞ്ഞാൽ tan ഫൈ ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് എക്സ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് R. ദാറ്റ് ഒക്കേഴ്സ് ഇൻ എന്ത് ഫാക്ടർ ആയിരിക്കും, ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സോ നമ്മളോട് ഈ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് 0 പവർ ഫാക്ടർ എവിടെ സംഭവിക്കും എന്നുള്ളതാണ്. സോ 0 പവർ ഫാക്ടർ വിൽ ഒക്കേഴ്സ് അറ്റ് എന്താണ്, ലീഡിങ് പവർ ഫാക്ടർ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, a parallel plate capacitor has 15 microfarad capacitance, and if the linear dimensions of the plate are doubled and the distance between the plates are also doubled, then the new value of capacitance would be. ഓക്കെ, സോ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ഫസ്റ്റ് ഇനീഷ്യൽ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് തന്നിരിക്കുന്നു. ഇഫ് ദ ലീനിയർ ഡയമെൻഷൻസ് ഓഫ് ദ പ്ലേറ്റ് ആർ ഡബിൾഡ്. സോ ലീനിയർ ഡയമെൻഷൻസ് ഡബിൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് എന്തായി, 2L ആയി, ബ്രെഡ്ത്ത് എന്തായി, 2 ബ്രെഡ്ത്ത് ആയി പുതിയത്. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ആർ ഓൾസോ ഡബിൾഡ്. സോ ഡി എന്തായി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ് ഓൾസോ ബിക്കം 2 ടൈംസ്, D', B', L'. ഓക്കെ, സോ ദ ന്യൂ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് വുഡ് ബി. എന്താണ് പുതിയ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കപ്പാസിറ്റൻസ് വാല്യൂ നിങ്ങൾക്കറിയാം, എപ്സിലോൺ ഇൻറ്റു A/D, വേർ എപ്സിലോൺ ഈസ് ഈക്വൽ ടു എന്താണ്, ε0 ഇൻറ്റു ε r. ഓക്കെ, സോ A/D. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എപ്സിലോണിന് വാല്യൂവിൽ മാറ്റമൊന്നുമില്ല. ഏരിയ എന്താവും നോക്കൂ, പ്ലേറ്റിൻ്റെ ഡയമെൻഷൻസ് ഡബിൾ ചെയ്ത്, അപ്പോൾ ലെങ്ത് ഡബിൾ ചെയ്ത്, ബ്രെഡ്ത്ത് ഡബിൾ ചെയ്ത്. സോ വാട്ട് വിൽ ബി ദ ഏരിയ കറസ്പോണ്ടിങ്, 2L ഇൻറ്റു 2 ബ്രെഡ്ത്ത്. ആൻഡ് പുതിയ എന്താ നമ്മൾ കണ്ടിരിക്കുന്നത് C', പുതിയ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ. ആൻഡ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
പുതിയതിൻ്റെ പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡി ഡാഷ് ആയിരിക്കും അല്ലേ. സോ ഐ ഹാവ് ടു റൈറ്റ് വെയിറ്റ്. സോ ഐ ബി റൈറ്റ് സി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇറ്റ് കുഡ് ബി റൈറ്റ് എ ഡാഷ് ബൈ ഡി ഡാഷ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ. സോ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ സിമ്പിളാക്കി വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ എഴുതിയതാണ്. സോ എപ്സിലോൺ ഇൻറ്റു എ ഡാഷ് വിൽ ബി എന്തായിരിക്കും 2 ലെങ്ത് ഇൻറ്റു 2 ബ്രെഡ്ത്ത് ആയി വരും. ഡി ഡാഷ് വുഡ് ബി 2 ഇൻറ്റു പഴയതിൻ്റെ വിഡ്ത്ത് അല്ലേ. സോ എന്തായി പുതിയത് 2 2 ക്യാൻസൽ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് എന്താണ് 2 ടൈംസ് എപ്സിലോൺ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വുഡ് ബി ഏരിയ. സോ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. സോ 2 എപ്സിലോൺ എ ബൈ ഡിൻ്റെ വാല്യൂ നമുക്ക് പഴയതിൽ ക്വസ്റ്റ്യനിൽ തന്നത് ഇറ്റ് വാസ് എന്താണ് 15 മൈക്രോ ഫാരഡ്. സോ യുവർ ആൻസർ വുഡ് ബി എന്തായിരിക്കും 2 ടൈംസ് 15. സോ ദാറ്റ് വുഡ് ബി എന്തായിരിക്കും 30 മൈക്രോ ഫാരഡ് ആയിരിക്കും നിങ്ങളെ ആൻസർ. ക്ലിയർ അല്ലേ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷൻസ് നോക്കിയിട്ട് എന്താ മാറ്റം എന്നുള്ളത് കണ്ടുപിടിക്കുക, എന്നിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ അല്ലേ. അടുത്ത പ്രോബ്ലത്തിലേക്ക് നോക്കാം. The resistance of a 230 volt 100 watt bulb is R1 and that of a 230 volt 75 watt is R2. Then R equal to R2, R1 greater than R2, R1 less than R2 എന്ന് പറയുന്നുണ്ട്. D is equal to എന്താണ് R1 equal to 2R2 ഏതാണെന്ന് നോക്കാം. സോ ബേസിക്കലി നമുക്കറിയാം ഒരു ബൾബിൻ്റെ ഡിസൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താണ് പവർ is equal to എന്താണ് വോൾട്ടേജ് സ്ക്വയർ ബൈ റെസിസ്റ്റൻസ്. സോ റെസിസ്റ്റൻസ് ഈസ് നത്തിങ് ബട്ട് വാട്ട് വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡ് ബൈ പവർ. ഈ ക്വസ്റ്റ്യൻ എന്താണ് വോൾട്ടേജ് രണ്ടും 230 തന്നെയാണ് തന്നിട്ടുള്ളത്. സോ വോൾട്ടേജ് ഈസ് ഫിക്സ്ഡ്. സോ ദ റെസിസ്റ്റൻസ് വാല്യൂ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പവർ. ഓക്കെ. സോ ഇനി നോക്കാം നമുക്ക് ഏതിനാണ് പവർ കൂടുതൽ. ദേ ഹാവ് ഗിവൺ ആസ് പവർ 1 ഈസ് 100 വാട്ട് ആൻഡ് ദെൻ പവർ 2 ഈസ് എന്താണ് 75 വാട്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ ഇവിടുന്ന് എന്താ കൺക്ലൂഷൻ. സോ പവർ 1 ഈസ് ഗ്രേറ്റർ ദാൻ പവർ 2. ഓക്കെ. ഇവിടെ നമുക്ക് എന്താ കിട്ടിയ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പവർ ഇഫ് വോൾട്ടേജ് ഈസ് റിമൈൻ കോൺസ്റ്റൻറ്റ്. സോ എന്ത് കൺക്ലൂഡ് ചെയ്യാം നമുക്ക് R2 വുഡ് ബി ഗ്രേറ്റർ ദാൻ R1 ബിക്കോസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ പവർ 1 കൂടുതലാണ്, അതിൻ്റെ റെസിസ്റ്റൻസ് വിൽ ബി ലെസ്സർ. P2ൻ്റെ പവർ കുറവാണ്, അതുകൊണ്ട് അതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും കൂടുതലായിരിക്കും. ഓക്കെ. സോ R2 ഗ്രേറ്റർ ദാൻ R1. ഓപ്ഷൻ ഏതാന്ന് നോക്കാം. ദിസ് വുഡ് ബി അല്ലേ R1 ലെസ് ദാൻ R2. So R2 is greater obviously. So option 3 C is the right answer for the question number 3. അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കറണ്ട് ഇൻ എ സീരീസ് RL സർക്യൂട്ട് വിത്ത് R ഈക്വൽ ടു 10 ohm ആൻഡ് L ഈക്വൽ ടു എന്താണ് 0.05 ഹെൻറി is suddenly connected to a DC voltage source of 200 volt. Okay. The current in the series circuit just after the switch is closed is equal to. അപ്പം നമ്മൾ ട്രാൻസിയൻറ്റ് അനാലിസിസ് പഠിച്ചിട്ടുണ്ടായിരുന്നു നെറ്റ്വർക്കിൽ. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കറണ്ട് ഇൻ സീരീസ് RL സർക്യൂട്ട്. സോ സീരീസ് RL സർക്യൂട്ടിൽ ബിഹേവിയർ നോക്കാം. ദ വാല്യൂ ഈസ് ഗിവൺ ആസ് എന്താണ് 0.05 ആൻഡ് ദെൻ റെസിസ്റ്റൻസ് വാല്യൂ 10 ഹെൻറി. എന്നിട്ട് എന്ത് ചെയ്യുക DC സോഴ്സ് വിത്ത് സ്വിച്ച് തന്നിട്ടുണ്ട്. എത്രയാണ് 200 volt and then they have given a switch over here. Okay. So series circuit just after the switch is closed is equal to. അപ്പോൾ നോക്കൂ ട്രാൻസിയൻറ്റ് ബിഹേവിയർ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾക്കറിയാം ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL is equal എന്നാണ് 2πfL. So I can write like this also 2π into L divided by time. ഓക്കെ. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫ്രീക്വൻസിനെ ഞാൻ ടൈമിലോട്ട് മാറ്റുകയാണെന്നുള്ള ഒരു അസംഷനിൽ ലൈക്ക് ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ഈസ് ആക്ച്വലി എന്താണ് അത് ടൈം പീരീഡാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇറ്റ് ഈസ് ഓൾസോ എ ടൈം. ഓക്കെ. സോ ടൈം ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് ടൈം 0 ആകുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ ടു എക്സൽ വിൽ ബി എന്തായിരിക്കും 2πL ഡിവൈഡഡ് ബൈ 0. ദാറ്റ് വുഡ് ബി എന്തായിരിക്കും 1 ഡിവൈഡഡ് ബൈ 0 എന്തായിരിക്കും ഇൻഫൈനൈറ്റ് ആയിരിക്കും. അതായത് എക്സൽ ഓഫേഴ്സ് ഇൻഫൈനൈറ്റ് എന്താണ് റിയാക്ടൻസ് അല്ലേ. അപ്പോൾ ഇൻഫൈനൈറ്റ് റിയാക്ടൻസ് എന്താണ് ഓഫർ ചെയ്യുകയാണെങ്കിൽ കറണ്ട് പിന്നെ അതിൽ ഫ്ലോ ചെയ്യോ ഇല്ല. കറണ്ട് ഫ്ലോ ചെയ്തില്ല അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്ത് എക്സൽ വിൽ ബി ഇൻഫൈനൈറ്റ് ആയാൽ ദ കൺക്ലൂഷൻ വിൽ ബി എന്തായിരിക്കും കറണ്ട് വിൽ ബി ഈക്വൽ ടു 0
ആൻഡ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ സർക്യൂട്ടിൻ്റെ ഇൻഡക്ടർ വിൽ ബിഹേവ് ആസ് എന്തായിരിക്കും ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. സോ ഇനീഷ്യലി സ്വിച്ച് 0 പൊസിഷനിലാകുമ്പോൾ ഇൻഡക്ടർ എങ്ങനെ ബിഹേവിയർ ചെയ്യുക, ഇറ്റ് വിൽ ബി ഓപ്പൺ സർക്യൂട്ട്. ട്രാൻസിയൻറ്റ് കൺസെപ്റ്റിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ടൈം ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ സംഭവിക്കുക, ടൈം ഇൻഫിനിറ്റി ആകുമ്പോൾ XL വിൽ ബി എന്തായിരിക്കും, ദിസ് വിൽ ബി 2πL ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി, XL വിൽ ബി 0. സോ 0 റിയാക്ടൻസ് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. 0 റിയാക്ടൻസ് ഓഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കറണ്ട് വിൽ ബി സ്മൂത്ത്ലി ഫ്ലോ ചെയ്യുന്ന അർത്ഥം. സോ അതിന് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും, ബിക്കോസ് എവറിത്തിങ് വിൽ ബി ഷോർട്ട് അല്ലേ, അപ്പോൾ എന്തായിരിക്കും വോൾട്ടേജ് വിൽ ബി 0 ആയിരിക്കും. സോ ഇൻഡക്ടർ ബിഹേവ്സ് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്. സോ നമുക്കിപ്പം തന്നെ ആൻസർ ചെയ്താൽ ആൻസർ വുഡ് ബി എന്തായിരിക്കും, t=0 ആകുമ്പോൾ XL വിൽ ബി എന്തായിരിക്കും ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ എന്തായിരിക്കും ദ വാല്യൂ ഓഫ് കറണ്ട് വിൽ ബി എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, സോ ഞാൻ എക്സ്ട്രാ 2 പോയിന്റ് കൂടി പറഞ്ഞുതരാം. സോ കപ്പാസിറ്ററിൻ്റെ ബിഹേവിയർ വുഡ് ബി എന്തായിരിക്കും, XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2πfc ആയിരിക്കും. സോ ദാറ്റ് വുഡ് ബി എന്തായിരിക്കും T ഡിവൈഡഡ് ബൈ 2πc ആയിരിക്കും. സോ വെൻ ടൈം ഈക്വൽ ടു 0 ആകുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്താണ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് വിൽ ബി 0 ആകുക പറഞ്ഞാൽ വോൾട്ടേജ് വിൽ ബി 0. സോ ദ കപ്പാസിറ്റർ വിൽ ബി ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ട് ഇനീഷ്യലി. And when time tends to infinity, what will happen to capacitance reactance, അതായത് XC capacitive reactance എന്താ സംഭവിക്കുക, XC will be എന്തായിരിക്കും ഇൻഫൈനൈറ്റ് അല്ലേ, ബിക്കോസ് XC ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. ഓക്കെ, സോ XC ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ ദർ വിൽ നോട്ട് ബി എനി കറണ്ട് ഫ്ലോ, കറണ്ട് വിൽ ബി 0. സോ ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് എന്തായിരിക്കും ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വേറെയും പ്രോബ്ലങ്ങൾ അനലൈസ് ചെയ്യുക. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ. സോ നമുക്ക് ട്രാൻസിയൻറ്റിൻ്റെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, A 230/50 volt transformer has its LV side resistance of 0.06 per unit. The resistance referred to HV side is. Okay, so ഈ ക്വസ്റ്റ്യൻ ഡാറ്റയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സോ ഫൈനലി എന്താണ്, they have deleted this question. So we are not gonna discuss this one. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Laplace transform of a function t cube e raised to -at is. Okay, so that would be എന്താണ്, നമുക്ക് ബേസിക് ഫോർമുലാസ് വെച്ച് തന്നെ ചെയ്യാം. ഫോർമുലേൻ്റെ ഒന്നും ആവശ്യമില്ല. ദാറ്റ് വുഡ് ബി എന്തായിരിക്കും, ടി ക്യൂബ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം e⁻⁻⁸ ഉണ്ട് അല്ലേ. സോ e⁻⁻⁸ വന്നു കഴിഞ്ഞാൽ ശരിക്കും ടി ക്യൂബിൻ്റെ വിൽ ബി എന്തായിരിക്കും, ടി ക്യൂബിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം വിൽ ബി 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s⁴ ആയിരിക്കും. ക്ലിയർ അല്ലേ. സോ 3 ഫാക്ടോറിയൽ വിൽ ബി എന്തായിരിക്കും 3 × 2 × 1 ദാറ്റ് വുഡ് ബി ഈക്വൽ ടു 6/s⁴ ആയിരിക്കും. പക്ഷേ ഇതിലൊരു e⁻⁻⁸ ഉണ്ട്. e⁻⁻⁸ എന്ന് പറഞ്ഞാൽ ഡിലേഡ് അല്ലേ, ഷിഫ്റ്റ് എക്സ്പോണൻഷ്യലി ഷിഫ്റ്റ് ഉണ്ട് എന്നുള്ള അർത്ഥം. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, സോ ഇറ്റ് വിൽ ബി എന്തായിരിക്കും 6 ഡിവൈഡഡ് ബൈ e⁻⁻⁸ വന്നു കഴിഞ്ഞാൽ s ചേഞ്ചസ് ടു s+a, ബിക്കോസ് ഇവിടെ -at ആണ്. സോ -at വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താവും, ഇറ്റ് വിൽ ബി 1+s⁴. ഓക്കെ, അത് അധിക പേർക്കും എന്തുണ്ടാകും, കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ ആണ് എന്ത്, e⁻⁻⁸ വരുമ്പോൾ എങ്ങനെയാണ് s+4 വരുന്നത്. ഞാൻ അതിനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ, e⁻⁻⁸ എന്ന് പറഞ്ഞാൽ ടൈം ഡൊമൈനിൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഹാവിങ്, ദിസ് ഈസ് ടി ഡൊമൈൻ ആണെന്ന് വിചാരിക്കുക. e⁻⁻⁸ ഗ്രാഫ് എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. സോ ബേസിക്കലി വെൻ ടൈം ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, ദിസ് സ്പെസിഫിക് കർവ് എന്താക്കും, ഒരു ഡെഫിനിറ്റ് ഏരിയ തരും. ഓക്കെ, പറയാൻ കാരണം ഈ ഒരു സാധനം, ഈ ഒരു e⁻⁻⁸ കർവ്, e⁻⁻⁸ കർവ് എന്തായിരിക്കും, ടൈം ഡൊമൈനിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇനീഷ്യലി എന്താണ്, ഇറ്റ് ഈസ് ഹാവിങ് എ ഹൈ മാഗ്നിറ്റ്യൂഡ്. എനിവേ ഇറ്റ് ഡെഫിനറ്റ്ലി ഗീവ്സ് എ ഡെഫിനിറ്റ് ഏരിയ അണ്ടർ ദിസ് കർവ്. ഓക്കെ, പക്ഷേ e⁻+at ആണല്ലോ. e⁻+at ഗ്രാഫ് എങ്ങനെ ഉണ്ടാവില്ല, e⁻+at ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ് അല്ലേ, കൂടി കൂടി പോവുകയല്ലേ ചെയ്യാം e⁻at. അപ്പോൾ എന്താ ചെയ്യുക, ഗ്രാഫ് വിൽ ബി ജസ്റ്റ് നോക്കൂ റേസ് ചെയ്ത കർവ്. അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതോറും എന്താ, ഈ കർവിൻ്റെ ഏരിയ ഇങ്ങനെ വലുതായി പോകും. ദാറ്റ് വിൽ ഗിവ് യു എന്താണ്, എ
അൺഡിഫൈൻഡ് ഏരിയ, അപ്പോൾ നമുക്ക് ഇൻഫൈനൈറ്റ് ഏരിയയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ടൈം ഡൊമൈനിനകത്ത് നിങ്ങൾ ഒരു സിഗ്നൽ നിങ്ങൾക്ക് ഡെഫിനിറ്റ് ഏരിയ തരുന്നുണ്ടെങ്കിൽ അതിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും എന്തായിരിക്കണം, അതൊരു സ്റ്റേബിൾ സിസ്റ്റത്തിലേക്ക് വരണം. ബിക്കോസ് ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് സിഗ്നൽ ആണെങ്കിൽ അത് ഫ്രീക്വൻസി ഡൊമൈനിൽ എന്തായിരിക്കണം, ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് തരണം. അപ്പം നിങ്ങൾക്കറിയാം ഫ്രീക്വൻസി ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എസ് ഡൊമൈനിൽ സ്റ്റേബിൾ ആവാനുള്ള കണ്ടീഷൻ എന്താ, ഓൾ പോൾസ് മസ്റ്റ് ലൈ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. അപ്പോൾ എസ് പ്ലെയിൻ വരക്കുകയാണെങ്കിൽ സിഗ്മ ജെ ഒമേഗ ആക്സിസ് നമുക്ക് എന്തായിരിക്കണം, സ്റ്റേബിൾ ആയിട്ട് കിട്ടണമെങ്കിൽ ഇവിടെ വരണം. സോ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ എന്താ, ദ വാല്യൂ വിൽ ബി -a ആയിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്താം, S+a = 0 ആയിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് പോൾ, എന്നാലല്ലേ -a വരുള്ളൂ. സോ ഇത് സ്റ്റേബിൾ ആവണം. ദിസ് ഈസ് ഓൾസോ പ്രൊഡ്യൂസ് എ സ്റ്റേബിൾ ഇൻപുട്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കണം, നിങ്ങളെ ഔട്ട്പുട്ട് ഷുഡ് ഓൾസോ ബി എന്തായിരിക്കണം, സ്റ്റേബിൾ ഔട്ട്പുട്ട് ആയിരിക്കണം. സോ നിങ്ങളെ ലാപ്ലേസ് ട്രാൻസ്ഫോം അതിലെ എസ് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തായിരിക്കണം, സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണം. സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്തായിരിക്കണം, ദാറ്റ് മീൻസ് നിങ്ങളെ പോളുകൾ എന്തായിരിക്കണം, ഷുഡ് ലൈ ഓൺ ദി ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ ആയിരിക്കണം. സോ 1/(s+a) = 0 വന്നു കഴിഞ്ഞാൽ S -a വരുള്ളൂ നിങ്ങളെ പോൾ. അപ്പോൾ ഇത് സ്റ്റേബിൾ ആയിരിക്കും അല്ലേ, ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലല്ലേ. ഓക്കെ, -σ j ഒമേഗ, ഇതിവിടെ -σ, ദിസ് ഈസ് -j ഒമേഗ. സോ ദിസ് ഈസ് ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. അപ്പോൾ ഇതും സ്റ്റേബിൾ ആയിരിക്കും. സോ ഇനി തൊട്ട് നീ കൺഫ്യൂഷൻ വേണ്ട, e⁻⁻at വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് എന്താണ്, 1/(s+a) ആണ് വരിക, എന്നാലേ എന്ത് ചെയ്യുള്ളൂ, സ്റ്റേബിൾ ആവുള്ളൂ. ഇനി e⁻at വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് അൺബൗണ്ടഡ് ഇൻപുട്ട് സിഗ്നലായിരിക്കും. അപ്പം നിങ്ങൾ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് മാറ്റുമ്പോൾ എന്തായിരിക്കും, നിങ്ങൾ ഔട്ട്പുട്ട് വിൽ ബി എന്തായിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും. സോ അൺസ്റ്റേബിൾ ആകുന്ന സമയത്ത് എന്തായിരിക്കും, e⁻at വിൽ പ്രൊഡ്യൂസ് എന്താണ്, 1/(s−a). ഐ ഹോപ്പ് ദിസ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ വരുന്ന ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. The effect of addition of 0 to the open loop transfer function is, നോക്കൂ, the effect of addition of 0 to the open loop transfer function, അതായത് സീറോസ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് ആഡ് ചെയ്യാം, പോളും ആഡ് ചെയ്യാം. സോ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇഫ് സപ്പോസ് നിങ്ങളെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, പോളാണ് ആഡ് ചെയ്ത് വിചാരിക്കുക. പോൾ ആഡ് ചെയ്ത് എന്താ അറിയോ, റൂട്ട് ലോക്കസ് ഷിഫ്റ്റ് ടുവേർഡ്സ് ദ റൈറ്റ് ആൻഡ് എന്താണ് അതിൻ്റെ സ്റ്റെബിലിറ്റി എന്തായിരിക്കും, റെഡ്യൂസ് ചെയ്യും. റെസ്പോൺസ് സ്റ്റഡി സ്റ്റേറ്റിൽ പൂറാവും, ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്താവും, ദാറ്റ് വിൽ ബി ബെറ്റർ ആവും. ഓക്കെ, അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 0 ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നതാണ് നോക്കാം. നമുക്കൊരു എക്സാമ്പിളിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ നോക്കാം, എഫക്റ്റ് ഓഫ് അഡീഷൻ ഓഫ് 0. സപ്പോസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. സപ്പോസ് ഒരു എക്സാമ്പിൾ എടുക്കാം, g(s) = 1/(s−10) എടുക്കാം. ഓക്കെ, h(s) എന്തെടുക്കാം, നമുക്ക് h(s) = യൂണിറ്റി ഫീഡ്ബാക്ക് ആണെന്ന് എടുക്കാം. ഓക്കെ, സോ നോക്കാം, നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഒരു അതിനകത്തോട്ട് ഒരു 0 ആഡ് ചെയ്യാം. സോ സപ്പോസ് ഇഫ് യു ആഡ് എ 0 ഇൻ ടു ഇറ്റ്, യുവർ g' വിൽ ബി എന്തായിരിക്കും, ഒരു s+3 എന്താ എടുക്കുക, s+3 ഇനി x+8 whatever, x+8 ആഡ് ചെയ്യാം ആൻഡ് ദെൻ s-10 ആഡ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താവും, യുവർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വുഡ് ബി ഇക്വേഷൻ വിൽ ബി എന്തായിരിക്കും, 1 + g'(s) × h'(s) വിച്ച് ഈസ് ഈക്വൽ ടു 0. ഒന്നുമില്ല, 1 + g(s) h(s) ആണ് നിങ്ങളെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ടായാൽ നിങ്ങൾ ആഡ് ചെയ്ത് 0 വന്നിട്ട് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താ, LTF വിൽ ബി g(s) × h(s), ദാറ്റ് വുഡ് ബി s+8 divided by s-10. So it is nothing but what എന്താണ്, 1 + s+8 divided by s-10 is equal to 0 because h(1) is unity feedback. So നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ s-10 + s+8 is equal to എന്താവും, 0. കറക്റ്റ് അല്ലേ? സോ 2s - 2 is equal to എന്താകും, 0 ആകും. സോ യു വിൽ ഗെറ്റ് എന്താണ്, s = 2/2. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1. s = 1 എന്ന് കിട്ടി. ഓക്കെ, പോസിറ്റീവ് ആണ് കിട്ടിയത്, ഈവൻ ഐ നോ ദാറ്റ്. സോ നമുക്ക് അനാലിസിസിലേക്ക് വരാം.
അനാലിസിസിൽ എന്താ സംഭവിക്കണം നോക്കൂ. ഏർലിയർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫസ്റ്റത്തെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ജി ഓഫ് എസ് ഈക്വൽ ടു എസ് മൈനസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങളെ പോൾ എവിടെയാണ് +10 കിടക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഒരു 0 ആഡ് ചെയ്ത്. ഓക്കെ, 0 ആഡ് ചെയ്തപ്പോൾ നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ പുതിയ പോൾ എവിടെ കിടക്കണേ, ന്യൂ പോൾ വിൽ ബി അറ്റ് എസ് ഈക്വൽ ടു 1. അപ്പോൾ നോക്കൂ, നിങ്ങളെ സ്റ്റെബിലിറ്റി പറയുന്ന ഇൻഫോർമേഷൻ എന്താ, സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനെവർ എ പോൾ, അതായത് പോൾ ഓഫ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലൈസ് ഓൺ ദി ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ് എന്താണ്, സ്റ്റേബിൾ ആണ്. ദിസ് ഈസ് എന്താണ്, അൺസ്റ്റേബിൾ ആണ്. ബിക്കോസ് ഇത് പോസിറ്റീവ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിൻ, ദിസ് ഈസ് RHS, ദിസ് ഈസ് LHS, അതായത് ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ എന്നുള്ള അർത്ഥം. അപ്പോൾ നോക്കുക, 10 നിന്ന് 1 എന്ത് ചെയ്യുക, പോള് മൂവായി. ഓക്കെ, സോ നിങ്ങൾ എന്താ സ്റ്റെബിലിറ്റി ഇൻഫോർമേഷൻ എന്തായി, സ്റ്റെബിലിറ്റി കൂടിയെന്ന് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യും. ബിക്കോസ് അൺസ്റ്റേബിളിൽ നിന്നും, അതായത് എസ് ഈക്വൽ ടു 100 ആണെങ്കിൽ മോർ അൺസ്റ്റേബിൾ ആയിരിക്കും. സോ ഇങ്ങനെ കുറഞ്ഞ് വന്ന് ഇനി സപ്പോസ് ഇഫ് യു ഹാവ് ഗോട്ട് എസ് ഈക്വൽ ടു ഒരു -3 എന്ന് ആൻസറിൽ കിട്ടി, അതായത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന വാല്യൂ ഒരു S+20 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്, S-10 + S+20. സോ യു വിൽ ഗെറ്റ് എന്താണ് 2S, പിന്നെ ഇസ് ഈക്വൽ ടു എന്താണ് +20, ഇവിടെ -10 ഉണ്ടാവും. സോ -10 ആയിരിക്കും ആൻസർ. സോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2S ഈസ് ഈക്വൽ ടു എന്തുണ്ടാവും, 10 ഉണ്ടാവും, -10 സോറി. അപ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്, S ഈസ് ഈക്വൽ ടു -5 കിട്ടും. അപ്പോൾ S ഈക്വൽ ടു -5 പോൾ അങ്ങോട്ട് ഇത് ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. സോ ബേസിക്കലി 0 ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, 0 ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ റൂട്ട് ലോക്കസ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, റൂട്ട് ലോക്കസ് ഷിഫ്റ്റ് ടുവാർഡ്സ് എങ്ങോട്ടാണ്, ലെഫ്റ്റ്. കണ്ടോ, റൂട്ട്സ് മാറിയേ കണ്ടില്ല, എങ്ങോട്ടേക്ക് മാറി. അപ്പം ശരിക്കും റൂട്ട് ലോക്കസ് വെച്ച് K വെച്ചിട്ടൊക്കെ ചെയ്യണം എന്നാണ്. അതായത് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഗെയിൻസ് വാരി ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ, ഇതിപ്പോൾ ഒരു എക്സാം അല്ലേ, അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കണം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ടോക്കുക. ബേസിക്കലി നിങ്ങളെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇതൊരു പോയിന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. സോ റൂട്ട് ലോക്കസ് ഷിഫ്റ്റ് ടുവാർഡ്സ് ലെഫ്റ്റ് ആൻഡ് എന്താവും, സ്റ്റെബിലിറ്റി എന്താകും, സ്റ്റെബിലിറ്റി വിൽ ബി ഇൻക്രീസ്ഡ്. സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാറ് എന്താ, സ്റ്റഡി സ്റ്റേറ്റ് ബിഹേവിയർ എന്ത് ചെയ്യും, മെച്ചപ്പെടും. ഓക്കെ, സോ ബെറ്റർ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. ഓക്കെ അല്ലേ, കൺട്രോൾ സിസ്റ്റത്തിൽ വരുന്ന ടോപ്പിക്കാണ്. സോ നമുക്ക് ഓപ്ഷൻസ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. സോ നോക്കൂ, പുള്ളിങ് ദ റൂട്ട് ലോക്കസ് ടു ലെഫ്റ്റ് ആൻഡ് സ്പീഡ് ഓഫ് ദ സെറ്റിലിംഗ് റെസ്പോൺസ്. സെറ്റിലിംഗ് റെസ്പോൺസ് ആണ് സ്റ്റഡി സ്റ്റേറ്റ് ബിഹേവിയർ അല്ലേ. സോ സ്റ്റഡി സ്റ്റേറ്റ് ബിഹേവിയർ മെച്ചപ്പെടും, അത് സ്പീഡ് അപ്പ് ആവും. സോ പുള്ളിങ് ദ റൂട്ട് ലോക്കസ് ടു ദ ലെഫ്റ്റ്. സോ ഓപ്ഷൻ വിൽ ബി എന്തായിരിക്കും, ദിസ് C വിൽ ബി ദ ഓപ്ഷൻ. ഇവിടെ നമ്മൾ B ടിക്ക് ഇട്ടതാണ് കേട്ടോ. ഓക്കെ അല്ലേ. സോ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഡിസ്കഷനും നമ്മൾ എഫക്റ്റീവ്ലി കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Next question is number 8. The polar plot of a sinusoidal transfer function is a plot of. ഓക്കെ, പോളാർ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, പോളാർ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട്, നിങ്ങൾക്ക് ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് ഒക്കെ ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. സോ ബേസിക്കലി അതിലെന്താ ചെയ്യുന്നത്, നമ്മൾ മാഗ്നിറ്റ്യൂഡ് വെർസസ് എന്താണ്, ഫേസ് ആംഗിളാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിലെന്താ ചെയ്യും, നമ്മൾ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടാവും G(s), H(s) അല്ലേ, ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യും, പുട്ട് S ഈക്വൽ ടു J ഒമേഗ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒമേഗ വാരീസ് ഫ്രം 0 to ഇൻഫിനിറ്റി ചെയ്യും. എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതേപോലെ തന്നെ ഫേസ് ആംഗിളും നോട്ട് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഒമേഗ വാരി ചെയ്യുന്നതനുസരിച്ച് 0 to ഇൻഫിനിറ്റി വാരി ചെയ്യുന്നതനുസരിച്ച് ദെയർ ബിഹേവിയർ വിൽ ബി നോട്ട് ഡൗൺ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട്, പോളാർ പ്ലോട്ട്. അതാണ് പോളാർ പ്ലോട്ട്. അപ്പോൾ ഓപ്ഷൻ ഏതാ, ഫേസ് ആംഗിളും മാഗ്നിറ്റ്യൂഡും. Option A is the right answer, magnitude versus phase angle. Clear alle? I hope it is clear.